ഹായ് ഓൾ, വെൽക്കം ടു ഐഡവ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇൻപുട്ടിന്റെ ടൈപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടി ലൈൻ ഇൻപുട്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൾട്ടി ലൈൻ ടെക്സ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് കൺട്രോൾ ആണ് ഈ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കമന്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ഫോമിൽ കമന്റ് ഒക്കെ നമ്മൾ ഇതിലാ കൊടുക്കുക. കാരണം ആ യൂസർ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത് മൾട്ടി ലൈൻ ആയിട്ടാണല്ലോ കിടക്കുക. അതുകൊണ്ട് എത്ര ലൈൻസ് വേണമെങ്കിലും അത് വരാം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഏരിയ ഫോർമാറ്റിലാണ് അതൊക്കെ കൊടുക്കാറ്. ദെൻ ഇതിന്റെ ഹൈറ്റ്, ഇപ്പൊ ഞാൻ ഇത് സേവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കണ്ടന്റ് കൂടുന്നതിനനുസരിച്ച് സ്ക്രോള് തന്നെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇതിന്റെ ഹൈറ്റും വിഡ്ത്തും എനിക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഹൈറ്റ് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്. എത്ര റോസ് എനിക്ക്, എത്ര നമ്പർ ഓഫ് ലൈൻസ് എനിക്ക് ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ദെൻ കോൾസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ വിഡ്ത്ത് ആണ്. ഓക്കെ, സോ കണ്ടോ, വിഡ്ത്തും ഹൈറ്റും നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് റോസ് കോൾസ് ആണ് ടെക്സ്റ്റ് ഏരിയയിൽ യൂസ് ചെയ്യുക. ഇനി ഇതിന്റെ എൻഡിലേക്ക് എത്തുന്ന സമയത്ത് ഇനിയും കണ്ടന്റ് ഉണ്ടെങ്കിൽ നോർമലി ഒരു സ്ക്രോൾ ബട്ടൺ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അടുത്തത് ബട്ടൺ എന്ന് പറയുന്ന ടാഗ്, അത് ഫോമിന്റെ അകത്ത് വരുന്നല്ല കേട്ടോ, നമുക്ക് അത് അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. ഫോമിന്റെ പുറത്ത് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. ബട്ടൺ കൊടുക്കുക, അപ്പൊ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ വാല്യൂ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ കൊടുക്കുക. ലോഗിൻ എന്ന് കൊടുത്തു, കണ്ടോ ബട്ടൺ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ്. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ളത് സെലക്ട് എന്ന് പറയുന്ന ഒരു ടാഗ് ആണ്. അതിന്റെ അകത്ത് നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കോഴ്സസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഓപ്ഷൻ എന്ന് പറയുന്ന ടാഗ് സെലക്ടിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതിനൊരു വാല്യൂ പറഞ്ഞു കൊടുക്കുക. സെയിം, അതായത് നമ്മൾ ഈ ഓപ്ഷന്റെ അകത്ത് കൊടുക്കുന്നതും വാല്യൂം സെയിം ആയിട്ട് കൊടുക്കുക. സോ BC, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഐഡിയ ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ ഞാനൊരു 3 ഓപ്ഷൻ ആഡ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള ആ ഒരു ലിസ്റ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിന് പകരമായിട്ട് എനിക്കൊരു ഓപ്ഷനും കൂടി വേണം. നമ്മളോട് ചൂസ് ചെയ്യാൻ പറയുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓപ്ഷന്റെ അകത്ത് ചൂസ് യുവർ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ കൊടുത്തു. ഇപ്പൊ എന്താണ്, ഇവിടെ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റരുത്. ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റരുത്. അപ്പൊ നമ്മൾ ഡിസബിൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. അത് എല്ലാത്തിനും വരും, എല്ലാ ഇൻപുട്ടിനും വരും കേട്ടോ. അപ്പൊ ഡിസബിൾഡ് ആവുന്ന സമയത്ത് എന്താണ്, ഡിസബിൾഡ് ആണ്. ഓക്കെ, പിന്നെ ഇപ്പൊ BC ആണ് കിടക്കുന്നത്. എനിക്ക് എപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് സെലക്റ്റഡ് ആയിരിക്കേണ്ടത് ഈ ഒരു ചൂസ് യുവർ കോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇങ്ങനെ കിട്ടി, ഇതിന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ സെലക്റ്റിന്റെ അകത്ത് വരുന്ന മറ്റൊരു ടാഗ് ആണ് ഓപ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. റിലേറ്റഡ് ഓപ്ഷൻസിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഓപ്ഷൻസിൽ BCA ആൻഡ് BSc കമ്പ്യൂട്ടർ സയൻസ് IT റിലേറ്റഡ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സസ് ആണല്ലോ. ദെൻ ഈ ഒരു BCom ഞാൻ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിനാണ് ഇപ്പൊ നമ്മൾ ഓപ്റ്റ് ഗ്രൂപ്പ് യൂസ് ചെയ്യാൻ പോവാണ്. ഓപ്റ്റ് ഗ്രൂപ്പ്, അതിന്റെ അകത്ത് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ലേബൽ. ഓക്കെ, അതിന്റെ അകത്ത് ഞാൻ കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ദെൻ അതിന്റെ അകത്തേക്ക് ഞാൻ ഈ ഒരു 2 ഓപ്ഷൻസ്, കമ്പ്യൂട്ടറിലെ BSc കമ്പ്യൂട്ടർ സയൻസും BCAയും ഈ ഒരു ഓപ്റ്റ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. ദെൻ നെക്സ്റ്റ് ഓപ്റ്റ് ഗ്രൂപ്പ് കൊടുത്തു. ലേബലിന്റെ അകത്ത് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിന്റെ അകത്ത് ഞാൻ ഈ BCom എന്ന് പറയുന്ന ഓപ്ഷനെ കൊണ്ടുവന്നു. ഇപ്പൊ എന്താ നമുക്ക് സംഭവിക്കുന്നതെന്ന് നോക്കാം. കണ്ടോ, കമ്പ്യൂട്ടർ റിലേറ്റഡിൽ BCAയും BSc കമ്പ്യൂട്ടർ സയൻസും അതേഴ്സിൽ BCom വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഫീൽഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ടാഗ്. ഓക്കെ, നമ്മൾ ഫീൽഡ് സെറ്റ് യൂസ് ചെയ്യുന്നത് റിലേറ്റഡ് എലമെന്റ്സിനെ
ഫോമിന്റെ അകത്ത് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് സെലക്ട് ബോക്സിന്റെ അകത്താണ് ഇപ്പോൾ ഒബ്ജക്റ്റ് ഗ്രൂപ്പ് യൂസ് ചെയ്തത്. ഫോമിന്റെ അകത്ത് റിലേറ്റഡ് എലമെന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീൽഡ് സെറ്റ് യൂസ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ റിലേറ്റഡ് എലമെന്റ്സിന്റെ ചുറ്റും ഒരു ബോക്സ് പോലെ വരുന്നുണ്ടാവും. ലെജൻഡ് എന്ന് പറയുന്ന ടാഗ് ഫീൽഡ് സെറ്റിന്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്യാപ്ഷൻ ഫീൽഡ് സെറ്റിന് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹോബീസിനെ ജസ്റ്റ് ഒരു BR കൊടുത്തിട്ട് താഴേക്ക് ആക്കാൻ പോവാണ് കേട്ടോ. ഹോബീസ് താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഫീൽഡ് സെറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഹോബീസ് ആയതുകൊണ്ട് ആ ഒരു നെയിമിൽ ഞാൻ ഈ ഒരു സെക്ഷനെ ഗ്രൂപ്പ് ചെയ്യാണ്. ഓക്കെ, ഫീൽഡ് സെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ ഈ കണ്ടന്റ് ഹോബീസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റ് ഞാൻ ഫീൽഡ് സെറ്റിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഫീൽഡ് സെറ്റിന്റെ അകത്തേക്ക് ഹോബീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബോക്സ് നമുക്ക് ആ ഒരു റിലേറ്റഡ് കണ്ടന്റിന് ചുറ്റും വന്നിട്ടുണ്ട്. ദെൻ ലെജൻഡ് എന്ന് പറയുന്ന ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. അതിന്റെ അകത്ത് എന്ത് ചെയ്യുക, ഹോബീസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, കണ്ടോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ഹോബീസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീൽഡ് സെറ്റ്. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഫോമും കഴിഞ്ഞിട്ടുണ്ട്. അതായത് HTML ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റ് W3 സ്കൂൾസ് ഒക്കെ പോലുള്ള സൈറ്റുകൾ റെഫർ ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ CSS സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കടക്കും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.